പുതിയ കണ്ടുപിടുത്തം ചെകുത്താൻ. വെറും 1.5 ചക്രത്തിന്റെ ഗുണ്ട ആട് തോമ. അതല്ലാതെ എന്താടാ നിന്റെ ഡിഗ്രി? മക്കൾ താന്തോന്നിയായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവൻ്റെയൊക്കെ തന്ത ആരാണെന്ന്. ഇവൻ്റെ തന്ത ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ തന്തയും തള്ളയും ശരിയല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നടക്കുന്നൊരു അവസ്ഥ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. അപ്പം തന്തയെയും തള്ളയെയും ഒക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ട് നാട്ടുകാരിങ്ങനെ ഒരുപാട് പറയാറുണ്ട്. അപ്പം തന്തയിലേക്കാണ് മിക്കവാറും ഉന്നം വയ്ക്കുന്നത്. കുറ്റം മുഴുവൻ മിക്കവാറും തന്തയിലേക്കാണ്. അപ്പം ചിലരൊക്കെ പറയാറുണ്ട് ഇതൊരു ചാക്കോ മാഷിൻ്റെ തലമാണ്. ഒരു കണക്കിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ശരി തന്നെയാണ്. പാരൻറ്റിങ്ങിൽ നിന്നാണ് മക്കൾ നന്നാവും ചീത്തയാവുന്നൊക്കെ തന്നെ. ജന്മനാൽ തന്നെ ചീത്തയായിട്ടൊരു മകനും ജനിക്കുന്നില്ല, ഒരു മകളും ജനിക്കില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. കണ്ടോ, ഇതുപോലത്തെ ചില പാരൻ്റ് ഉണ്ട്, വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോ മാഷ് നമ്മൾ മറക്കില്ലല്ലോ. ചാക്കോ മാഷ് എന്ന് പറയുന്ന അത്ര മോശം പാരൻറ്റിങ് മുതൽ അതോറിറ്റേറിയൻ പാരൻറ്റിങ്, സ്നേഹം കൂടിയിട്ടാണ് ഏറ്റവും ഉന്നതനാക്കണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ? സ്നേഹമില്ലാഞ്ഞിട്ടല്ല, തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മകനെ മൗൾഡ് ചെയ്തെടുക്കണം, വാർത്തെടുക്കണം. അങ്ങനെ വാർത്തെടുക്കുന്നതാണല്ലോ ഈ നിലയ്ക്ക് എത്തിയത് ആട് തോമ എന്നൊക്കെ പറയുന്നത്. SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിട്ട പ്രതി ആട് തോമ. അപ്പോൾ ഇവിടെ പാരൻറ്റിങ് ആണ് മിക്കവാറും കുട്ടികളെ മോശക്കാരാക്കുന്നതും നല്ലതാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിയും. അതൊരു ചാക്കോ മാഷിൻ്റെ ഒരു രീതിയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ചാക്കോ മാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പുരുഷന്മാരെയാണ്, അല്ലെങ്കിൽ മിക്കവാറും അച്ഛന്മാരെയാണ് എല്ലാവരും പഴിചാരുന്നത്. പ്രത്യേകിച്ച് പാരൻറ്റിങ് ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ സ്കൂളുകളിലൊക്കെ ചാക്കോ മാഷെക്കുറിച്ച് ഞാൻ പ്രത്യേകം പ്രതിപാദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി നല്ല അഭിമാനത്തോടെ ഇരിക്കുകയാണ്. അത് ശരിയാണ് സാറ് പറയുന്നത്, നാല് പറഞ്ഞു കൊടുക്കുക. കാരണം ഞങ്ങളൊക്കെ ഇത് അനുഭവിക്കുന്നതാണ്. കാരണം ഈ അച്ഛന്മാരെ ഇത്തിരി സ്ട്രിക്റ്റ് കൂടുതലാണ്. മകന്റെ കണക്കിന്റെ മാർക്ക് എത്ര അറിയണോ? പറഞ്ഞു കൊടുക്കടാ. ജയിച്ചാ പോരെ? അത് പോരാ, 100-ൽ 100. അവരുടെ നിർബന്ധം തന്നെയാണ് മക്കളെ ഇന്നലേക്ക് ആക്കുന്നത്. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് ഇതൊന്നുമല്ല, ഒരു ചാക്കോ മാഷിയെക്കുറിച്ചല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചാക്കോ മാഷിയെക്കുറിച്ച്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പോലെ തന്നെ, അല്ലെങ്കിൽ ഈ ചാക്കോ മാഷെ പോലെ തന്നെ ചാക്കോ മാഷിമാരുണ്ട് എന്ന് പറഞ്ഞ അമ്മമാരുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ്. പറഞ്ഞാൽ താൻ എന്തു പറയുന്നു അത് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത കാലത്ത് ഒരു കൗൺസിലിങ്ങിനൊരു പാരൻറ്റ് വന്നു. ഒരു അച്ഛനും അമ്മയാണ് വന്നത് മറ്റൊന്നല്ല, തങ്ങൾക്കൊരു +2 പഠിക്കുന്നൊരു മകനുണ്ട്. ഇപ്പോൾ മകൻ വളരെ മോശപ്പെട്ട രീതിയിലാണ് ആ മകൻ്റെ നടത്തും. അപ്പം ഞാൻ രണ്ടുപേരും മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ പാവമാണ് അച്ഛൻ അത്ര നല്ല സ്നേഹമുള്ളൊരു അച്ഛനാണ്. പക്ഷേ ഈ അമ്മ കടുംപിടുത്തക്കാരിയാണ്. തനി ചാക്കോ മാഷ് തന്നെ. ചാക്കോ മാഷ് നല്ലല്ലോ പറയാം, അമ്മ ഏതുകൊണ്ട് ചാക്കോ മാഷി നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ ചാക്കോ മാഷിൻ്റെ രീതി എന്താ? ചെറുപ്പം മുതലേ തന്നെ മാർക്ക് കുറഞ്ഞാൽ വളരെ വലിയ പണിഷ്മെൻറ്റാണ്. മറ്റുള്ളവരെ നോക്കി പഠിക്കാൻ പറയും. കണ്ടോ, ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ താരതമ്യം ചെയ്യും. തൻ്റെ മകനെ ഇത്ര മാർക്ക് വാങ്ങിക്കണമെന്ന് നിർബന്ധം പിടിക്കും. അതങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മകൻ നടന്നില്ലെങ്കിൽ നല്ല പണിഷ്മെൻറ്റ്. അങ്ങനെ കുട്ടി വെടക്കായി എന്ന് പറയാം. വളരെ മോശമൊരവസ്ഥ. ഇപ്പോൾ +2 പഠിക്കുന്ന സമയമാണ്. ഒന്നും പറഞ്ഞാൽ കൂട്ടാക്കില്ല, സ്കൂളിലിട്ട് പോവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അമ്മ പറഞ്ഞാലും കേൾക്കില്ല, അച്ഛൻ പറഞ്ഞാലും കേൾക്കില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കൗൺസിലിങ്ങിന് വരുന്നത്. അച്ഛനും അമ്മയെ വന്നിട്ടുള്ള കുട്ടീനെ കൊണ്ടുവന്നിട്ട് കുട്ടി വരില്ല. കാരണം അവൻ ആ നിലയ്ക്കാക്കി. അമ്മയാണ് അങ്ങനെ ആ നിലയ്ക്കാക്കിയത്. അമ്മയുടെ ആഗ്രഹം കുട്ടിയെ ബയോസയൻസ് എടുപ്പിച്ച് ഒരു ഡോക്ടറാക്കണം എന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ കോൺഫ്ലിക്റ്റ് വരുന്നത്. കുട്ടിക്കാണെങ്കിൽ കൊമേഴ്സ് പഠിക്കാനാണ് താല്പര്യം. കുട്ടിക്ക് കൊമേഴ്സൊക്കെ പഠിച്ച് ഒരു നല്ലൊരു ബിസിനസ്മാൻ ആകണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ അമ്മ ഒരു പൊടിക്ക് വിട്ടില്ല. അമ്മ ഈ കുട്ടിയെ ഡോക്ടറാക്കി അടങ്ങൂ എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കുട്ടിയെ കൊണ്ടുപോയി ബയോസയൻസിന് ചേർത്തു. കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോകില്ല. ചെറുപ്പത്തിലൊക്കെ കുട്ടിയെ നന്നായിട്ട് മാരകമായി തന്നെ പണിഷ്മിച്ചിരുന്നു. ഈ അച്ഛൻ പാവം പറയുകയാണ്, അന്ന് ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ കുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ? കരയാന്നല്ലാണ്ട് മറ്റൊന്നും സാധിക്കില്ലല്ലോ. പക്ഷേ ഇപ്പോൾ കുട്ടി അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ കുട്ടിയൊക്കെ നല്ലൊരു
5.5 6 അടി കഷ്ടി ഹൈറ്റും നല്ല വെയിറ്റും നല്ല മസലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അടിക്കാൻ തന്നെ പേടിയാണ്. അടിച്ചാൽ തിരിച്ചടിക്കും. ആ രീതിയിലാണ് ഇപ്പം മകൻ. ഇപ്പം ആ കുടുംബത്തിൽ നല്ല സമാധാനമാണ്. കാരണം അമ്മയുടെ ഒരു ആഗ്രഹമാണ് മകനെ വലിയ ആളാക്കി മാറ്റണം, വലിയൊരു ഡോക്ടറാക്കി മാറ്റണം എന്നുള്ളതാണ്. ഈ ചാക്കോ മാസ്റ്റർ സ്വഭാവം നമുക്ക് പലപ്പോഴും പല കുടുംബങ്ങളിലും കാണാൻ സാധിക്കുന്നുള്ളതാണ്. തല്ലിപ്പിഴിഞ്ഞത് പഠിച്ചു മിടുക്കനായി രാജ്യം അറിയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആകാൻ വേണ്ടിയായിരുന്നു. എന്നിട്ടായില്ലേ രാജ്യം അറിയുന്ന ഒന്നാമത്തെ റൗഡി. ഇവിടെ അതോറിറ്റേറിയൻ പാരന്റിംഗ് ആണ് ചാക്കോ മാസ്റ്റർ ശൈലി എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ പ്രത്യേകത? കമ്മ്യൂണിക്കേഷൻ ഇല്ല, സംസാരമില്ല. താൻ എന്താണോ പറയുന്നത് അത് കേട്ടിരിക്കണം. ഭൂമിയുടെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ്. താൻ പറയുന്ന പോലെ തന്നെ മുന്നോട്ട് പോകണം. എത്രയോ നല്ല സർഗവാസനയുള്ള കുട്ടിയായിരുന്നു ഈ ചാക്കോ മാഷിയുടെ മകനെന്നറിയോ. അച്ഛൻ പറയണം നല്ല കഴിവുള്ള കുട്ടിയാണ്, ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷേ അമ്മയ്ക്ക് അതിലൊന്നും താല്പര്യമില്ല. അമ്മ പറയുന്നത് ഡോക്ടർ ആവണം എന്നുള്ളത് തന്നെയാണ്. കുട്ടിയുടെ താല്പര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ആ നൈസർഗികമായിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ക്രിയേറ്റിവിറ്റിനെ മുഴുവൻ തച്ചു തകർത്തു ഈ ചാക്കോ മാഷിയായിട്ടുള്ള ഈ അമ്മ. ഇതുപോലെ എന്റെ മോൻ എന്റെ കൈവെട്ടി. അവനെ കൊണ്ടത് ചെയ്യിച്ചു. പോലീസുകാരന്റെ മകൻ ബാലുവിന്റെ മെടുക്ക് പറഞ്ഞ നിങ്ങൾക്ക് സ്വന്തം മകന്റെ കഴിവുകൾ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കുട്ടിയെ വളർത്താൻ ശ്രമിച്ചു. അത് നടന്നില്ല എന്നുള്ളതാണ്. നടക്കില്ലല്ലോ, എങ്ങനെ നടക്കും? അപ്പോൾ ഇവിടെ എന്താണോ താൻ പറയുന്നത് അത് മാത്രം കേൾക്കുക. റേഡിയോ പോലെ തിരിച്ചൊന്നും ഇങ്ങോട്ടില്ല, സ്നേഹമില്ല, ഒന്നും തന്നെ ഡിസ്കഷനില്ല. ഇവിടെ ഈ ഭർത്താവിനെ പോലും കീഴടക്കിയിട്ടോ. അതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഭർത്താവ് പറഞ്ഞൊന്നും കേൾക്കില്ല. അവളുടെ ഇഷ്ടം, അതായത് ഈ ചാക്കോമഷിയായിട്ടുള്ള അമ്മയുടെ ഇഷ്ടം മാത്രം, അത് മാത്രമേ ആ വീട്ടിൽ നടക്കുള്ളൂ. അതൊരു പരിധി വരെ കുട്ടിയൊക്കെ സഹിച്ചു, പിന്നെ സഹിക്കില്ല. കാരണം അവനൊക്കെ വലിയ മസലായി, ഇനി തിരിച്ചടിക്കും. ഒരിക്കൽ എൻ്റെ അടുത്ത് ഇതുപോലത്തെ സമാനമായിട്ടൊരു സംഭവത്തിൽ ഒരു അച്ഛൻ വന്ന് പറയുകയാണ്, സാറേ ഞാൻ ചെറുപ്പത്തിലൊക്കെ വളരെയധികം അവനെ അടിച്ചിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവൻ നിന്ന് കൊള്ളുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അടിക്കാൻ പേടി, അവൻ തിരിച്ചടിച്ചാൽ കൊള്ളണേൻ്റെ പ്രശ്നമല്ല, മാനക്കേടല്ലേ, ഒരു അച്ഛനല്ലേ ഞാൻ. അച്ഛനൊന്ന് 2 കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ അവൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കണ്ടേ? അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ഒരുപക്ഷെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെയൊക്കെ അവരത് അടിയൊക്കെ മേടിക്കും. ക്രൂരമായിട്ടുള്ള, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ചെറിയ കുട്ടികളാണ്. ഒരച്ഛൻ്റെ മുന്നിലോ അല്ലെങ്കിൽ അമ്മയുടെ മുന്നിലൊക്കെ ആരോഗ്യം കുറവാണ്. ഒരു കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും തിരിച്ചടിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് വളർന്നു, ഇന്നൊരു +2 അല്ലെങ്കിൽ അതിനേക്കാൾ മുതിർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, തിരിച്ചടിക്കുക അവർ. കാരണം അവർ വെറുപ്പാണ് എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ഈ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. സത്യത്തിൽ വളരെയധികം ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ട് ഈ ചാക്കോ മാഷ് എന്നുള്ളത്. ആ ബഹുമാനം ലഭിക്കുന്നുണ്ട്, പക്ഷേ അതെന്തുകൊണ്ടാണ്? പേടിച്ചിട്ട്. പക്ഷേ മുതിർന്നു കഴിഞ്ഞപ്പോൾ എന്തായി? ഇതുപോലെ ആയില്ലേ? നേരെ വിപരീതമായി. എന്താണോ ആ പാവം മാഷ്, അല്ലെങ്കിൽ ആ പാവം മാഷ് എന്ന് പറയില്ല, ക്രൂരനായിട്ടുള്ള മാഷ് എന്താണോ ആഗ്രഹിച്ചത്, മകൻ നന്നാവണം, വലിയ പേരുള്ള ഒരാളായിത്തീരണം, പക്ഷെ നേരെ തിരിച്ചായി. താൻ തോന്നി ആടുതോമ. അങ്ങനെ എത്രയോ ആടുതോമകളെ സത്യത്തിൽ ചില പാരൻസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നാൽ ഒരു അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താ? അവിടെ നെയ്ച്ചറിങ് പാരൻറ്റിംഗ് ആണ്. നെയ്ച്ചറിങ്, വളർത്തുന്ന പാരൻറ്റിങ്, അതാണ് ഉത്തമമായിട്ടുള്ള പാരൻറ്റിങ്. മനസ്സിലാക്കണം നമ്മൾ. അവിടെ സ്നേഹമുണ്ട് അവിടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ ആ പാരൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് കൊടുക്കും. അവരാദ്യം കണ്ടീഷൻസ് വയ്ക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യരുത്, അതാദ്യം പറഞ്ഞ് മനസ്സിലാക്കും. അതിൽ ചർച്ചയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നീ ചെയ്യരുത്, എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരുമായി നല്ലൊരു ഫ്രണ്ടാകുന്നു. ആ ഫ്രണ്ടിനെ പോലെ ഒപ്പം നടന്ന് ശാസിക്കുകയും അതുപോലെ തന്നെ തിരുത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നൊരു നല്ല പേരൻ്റാകും. അപ്പോൾ ഇവിടെ ചാക്കോ മാഷും അതുപോലെ തന്നെ ചാക്കോ മാഷികളുണ്ട് എന്നുള്ളതാണ്. അതായത് അച്ഛൻ മാത്രമല്ല, അമ്മമാരും ഇത്തരത്തിലുണ്ട് എന്നുള്ളത് അവരും സൂക്ഷിക്കണം. അല്ലാണ്ട് എല്ലാം അച്ഛന്മാരുടെ തലയിൽ കെട്ടിവെക്കുക അല്ല വേണ്ടത്. കുട്ടികളുമായിട്ട് കളിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം. നിങ്ങൾ ഏറ്റവും നല്ല റാപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, കുട്ടികളുമായിട്ട് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ, എത്ര പ്രായമായിക്കോട്ടെ കുട്ടികളുമായിട്ടുള്ള കളി ഇടയ്ക്കെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ളത്. അത് ആ കുടുംബത്തിൻ്റെ റാപ്പോ അല്ലെങ്കിൽ ആ ഒരു തമ്മിലുള്ള ബന്ധം വളരെയധികം വളർത്താൻ സഹായിക്കുന്നുള്ളതാണ്. അങ്ങനെയായിരിക്കണം പാരൻറ്റിങ് എന്ന് പറയുന്നത്.
ഇവിടെ ഈ ചാക്കോമാഷിയായിട്ടുള്ള ഈ പെരുമാറ്റം കാരണം തന്നെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ ഭർത്താവിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. കുട്ടിയെ ഡോക്ടറാക്കാൻ ശ്രമിച്ച അമ്മ അവസാനം ഈ കുട്ടിയെ ഒരു ചന്തയിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് നടത്തുന്ന ഒരു പോർട്ടറാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്നുള്ളത്. കുട്ടി ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഇപ്പോൾ കുട്ടിക്കൊന്നും വേണ്ട, കാരണം കുട്ടീനെ കളിക്കാൻ വിടില്ല. അവനെ കൊണ്ട് ഏത് നേരം ഇരുത്തി പഠിപ്പിക്കുക. കാരണം ഡോക്ടറാക്കണ്ടേ, മകനൊരു വലിയ ഡോക്ടർ ആവണ്ടേ. ഇപ്പം എന്തായി? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരവസ്ഥ. കുട്ടി ഒരു സോഷ്യലി ഇൻ്ററാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ്. മാത്രമല്ല ഭയങ്കര എടുത്തുചാട്ടവും ഗൗരവവും താന്തോന്നിത്വം, പണം ചെലവഴിക്കുന്ന ചില രീതികളോ ഒക്കെ തന്നെ പാരൻസിന് വല്ലാത്തൊരു പൊറുതിയേടായി മാറി എന്നുള്ളതാണ്. എല്ലാം ഈ ചാക്കോമാഷിയായിട്ടുള്ള അമ്മയുടെ വളർത്തിക്കൊണ്ടുവന്ന ശൈലി കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായത്. ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ ചുരുക്കുകയാണ്. ഇതുപോലത്തെ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.